ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. പുളിച്ചു പോയ ദോശമാവ് ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ. അതുപോലെ തന്നെ അരിപ്പൊടി ഇല്ലാതെ കുഴയ്ക്കാതെ നനയ്ക്കാതെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുട്ടുണ്ടാക്കാനുള്ള ടിപ്പും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലെ പുട്ടുകുടത്തിൽ വെച്ച് പുട്ടുണ്ടാക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. പുട്ടുകുടത്തിൽ വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് വെന്തതിന് ശേഷം നമുക്ക് കുടത്തിൽ നിന്നും പുട്ടുകുറ്റി പെട്ടെന്ന് അങ്ങ് ഊരിയെടുക്കാൻ പറ്റാറില്ല. പുതിയ പുട്ടുകുടമാണെങ്കിൽ പുട്ടുകുറ്റി ടൈറ്റായിട്ട് അതിൽ ഉറച്ചു തന്നെ ഇരിക്കും. എത്ര പൊക്കിയാലും കുടത്തോടു കൂടിയാണ് കുറ്റി പൊങ്ങി വരുന്നത്. ടൈറ്റായിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയിൽ നമ്മൾ ബലമായിട്ട് പിടിച്ചു വലിക്കുമ്പോൾ പുട്ടുകുടത്തോടു കൂടി അത് നമ്മുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാനും അപകടം വരാനും സാധ്യതയുണ്ട്. ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്താൽ മതി. പുട്ടുകുടത്തിൽ നിന്ന് പുട്ടുകുറ്റി ഈസി ആയിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ സാധിക്കും. പുട്ട് വെന്തതിന് ശേഷം ഇതുപോലെ ഒരു തവിയോ സ്പാറ്റുലയോ വെച്ച് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എത്ര ടൈറ്റായിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയും കുടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണിത്. പുളിച്ചു പോയ ദോശമാവ് കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും ദോശമാവ് നമുക്ക് ബാക്കി വരാറുണ്ട്. ഇങ്ങനെ ബാക്കി വരുന്ന ദോശമാവ് വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പുളിച്ച മാവ് കൊണ്ട് വീണ്ടും ദോശ ഉണ്ടാക്കിയാൽ ആ ദോശയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ദോശമാവിലെ പുളി മാറാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ഞാനിവിടെ 1 കപ്പ് നല്ല പുളിച്ച ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പൊടിയായി എരിഞ്ഞ സവാളയും കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ പുളി ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു വലിയ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. പിന്നെ മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. ദോശമാവിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കുഴിയുള്ള ചീനച്ചട്ടി എടുത്താലും മതി. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ നിന്നും ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഇതാ കണ്ടോ, പുളിച്ചു പോയ നമ്മുടെ ദോശമാവിൽ നിന്നും നല്ല ടേസ്റ്റുള്ള ഒട്ടും പുളിയില്ലാത്ത എന്നാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ഉണ്ടാക്കിയെടുത്തത്. ദോശയേക്കാളും ടേസ്റ്റുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ദോശമാവ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ. മിക്കവാറും എല്ലാവർക്കും ദോശമാവ് വെച്ചുള്ള ഈ ടിപ്പ് അറിയായിരിക്കും. എന്നാൽ അറിയില്ലാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതുപോലുള്ള ഫിംഗർ ക്യാപ്പ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ടിപ്പ് എന്തായാലും കാണാതെ പോകരുത്. 5 or 6 ഫിംഗർ ക്യാപ്പ് അടങ്ങിയ ഒരു പാക്കറ്റായിട്ടാണ് നമ്മളിത് കടയിൽ നിന്നും വാങ്ങുന്നത്. പക്ഷേ ഇതൊരെണ്ണമൊക്കെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇത് ലൂസായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പാക്കറ്റായിട്ട് തന്നെ നമ്മൾ വാങ്ങുന്നത്. ഫിംഗർ ക്യാപ്പ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയത് കാരണം ഇത് കുറച്ച് നാൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ അത് പരസ്പരം കട്ട പിടിച്ച് ഒട്ടിപ്പിടിച്ച് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്താൽ ഫിംഗർ ക്യാപ്പ് എത്ര നാൾ വേണമെങ്കിലും ഒട്ടിപ്പിടിക്കാതെ കീറിപ്പോകാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതെന്താണെന്ന് നോക്കാം. ഒരു പീസ് ന്യൂസ് പേപ്പറിലേക്ക് നമ്മുടെ ഫിംഗർ ക്യാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് പൊതിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇത് പുതിയതായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ ഫിംഗർ ക്യാപ്പ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇനി നമ്മുടെ കിച്ചൺ ജനാലയിൽ എവിടെയെങ്കിലും ഒരാണി ചെരിച്ച് അടിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫിംഗർ ക്യാപ്പ് ഇതുപോലെ ഒന്ന് തൂക്കിയിട്ടാൽ മതി. ഫിംഗർ ക്യാപ്പിലെ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. പൊടി വറുക്കാതെ നനയ്ക്കാതെ കുഴയ്ക്കാതെ വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാനുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. രാവിലെ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്?
തലേ ദിവസം തന്നെ അരി പൊടിച്ച് വറുത്ത് വയ്ക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങി വയ്ക്കും. ഇനി അരി പൊടിച്ച് വറുത്തും വെക്കേണ്ട, കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങുകയും വേണ്ട. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പുട്ടുപൊടി ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലുള്ള പുട്ടുണ്ടാക്കാനായിട്ട് ചോറ് വയ്ക്കുന്ന 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരിയിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യമെങ്കിലും അരി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് നികക്ക വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു രാത്രി മുഴുവനും ഇതിങ്ങനെ അടച്ചു വെക്കണം. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഏകദേശം ഒരു 10-10:30 ആയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് അരി കുതിർത്ത് വെച്ചത്. രാവിലെ ഉണരുമ്പോൾ തന്നെ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൽ വെള്ളം ഊറ്റിക്കളയാം. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് വാരി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് കേട്ടോ. നനവ് കൂടുതലുണ്ടെങ്കിൽ ഉണങ്ങിയ ഒരു ടവലിലേക്ക് നിരത്തിയിട്ടാലും മതി, പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു പോയിക്കൊള്ളും. അരിയുടെ നനവ് നല്ലതുപോലെ മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. പിന്നെ ചിലർക്കൊരു സംശയമുണ്ട്, ചോറ് വയ്ക്കുന്ന അരിയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ മിക്സി കേടായി പോകുമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ മിക്സിക്ക് ഒരു കുഴപ്പമില്ല. പുട്ടിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പുട്ടുപൊടിയുടെ പാകത്തിന് ചെറിയ തരിയോടുകൂടി തന്നെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാദാ പുട്ടുണ്ടാക്കുന്ന പോലെ പൊടി വറുക്കാനോ കുഴയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. നേരെ ഇത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങാപ്പീരി ഇട്ടു, പിന്നെ പൊടിയിട്ടു, പിന്നെ തേങ്ങാപ്പീരി ഇട്ടു, പൊടിയിട്ടു. ഇങ്ങനെ നമുക്ക് കുറ്റി നിറച്ചെടുക്കാം. ഇനി ഇത് പുട്ടുകുടത്തിലേക്ക് വെച്ച് പുട്ടുണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് വറുക്കാത്ത പൊടിയായതുകൊണ്ട് സാദാ പുട്ടിനേക്കാളും 2 മിനിറ്റ് കൂടുതൽ ഇത് വേവിച്ചെടുക്കണം. നമ്മുടെ പുട്ടിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറ്റിയിൽ നിന്നും മാറ്റാം. ഫൈബർ ഒന്നുമില്ലാത്ത പച്ചരിയിനേക്കാളും ഏറ്റവും നല്ലതാണ് ഫൈബർ അടങ്ങിയ ചുവന്ന അരി കൊണ്ടുള്ള പുട്ട്. നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല, സമയം ലാഭിക്കാനും ഗ്യാസ് ലാഭിക്കാനും ഒക്കെ നല്ലൊരു ടിപ്പല്ലേ ഇത്. കണ്ടോ, നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുട്ട് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയത്. പിന്നെ നമ്മുടെ ഈ പുട്ട് രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആയാലും ഇതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുപൊടി വാങ്ങണ്ട, നനയ്ക്കണ്ട, കുഴയ്ക്കണ്ട. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പുട്ട്, അതും ഹെൽത്തി പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറഞ്ഞ സമയം കൊണ്ട്. വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുരിദാർ പാൻറ്റിൻ്റെയോ അണ്ടർ സ്കർട്ടിൻ്റെയോ ഒക്കെ വള്ളി ഇതുപോലെ ഒരറ്റം ഉള്ളിലേക്ക് കയറി പോവാറില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? വള്ളിയുടെ മറ്റേ തുമ്പ് പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കും. ഇനി ഇതിൻ്റെ അറ്റത്ത് പിന്നെ കുത്തിയതിന് ശേഷം വീണ്ടും ഇത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കും. നമ്മുടെ സമയം വേസ്റ്റാക്കുന്ന തൊല്ല പിടിച്ച ഒരു പണിയാണിത്. ചിലപ്പോൾ വള്ളിയുടെ അറ്റം ഒരല്പം മാത്രമായിരിക്കും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാകുക. അതെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുമായിരിക്കും. ഈ ഒരു സൂത്രം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വള്ളിയുടെ തുമ്പ് എടുക്കാൻ സാധിക്കും. ഒരു ചെറിയ കത്രിക വള്ളിയിടുന്ന വിടവിനകത്തേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി വള്ളിയുടെ തുമ്പ് എവിടെയാണെന്ന് കൈകൊണ്ട് ഒന്ന് തൊട്ട് മനസ്സിലാക്കിയ ശേഷം ഈ കത്രികയുടെ തുമ്പ് അതിലൊന്ന് പിടിപ്പിക്കാം. വള്ളിയുടെ തുമ്പിൽ പിടിപ്പിച്ചതിന് ശേഷം കത്രിക പുറകോട്ട് വലിച്ചെടുത്താൽ മതി. കണ്ടോ, വള്ളി ഈസി ആയിട്ട് പുറത്ത് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്